നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഒരു കായ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പേരാണ് ചുണ്ടങ്ങ. ചുണ്ടയ്ക്ക എന്ന് പറയും. ഇംഗ്ലീഷിൽ ടർക്കി ബെറി എന്നാണ് പറയുന്നത്. നമ്മുടെ പറമ്പിലും വഴിയോരത്തുമൊക്കെ ആർക്കും വേണ്ടാത്തൊരു ചെടി പോലെ കാണാം. പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. കടയിലൊന്നും വാങ്ങാനും കിട്ടില്ല. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഈ ചുണ്ടങ്ങ. ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. പണ്ടൊക്കെ ഉള്ളവർ ഇതൊക്കെ സ്ഥിരമായി കറികളൊക്കെ വയ്ക്കുമായിരുന്നു. ഇതുപോലെ ബഞ്ചായിട്ടാണ് ഈ ചെടിയിൽ നിൽക്കുന്നത്. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇത് കഴിക്കും. ചെടിയിൽ നിറയെ മുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് പശുക്കളോ ആടോ ഒന്നും അങ്ങനെ കഴിക്കില്ല ഇതിനെ. കത്തിരിക്കയുടെ ഒരു മിനിയേച്ചർ ഫോമാണിത്. ഇതിൻ്റെ പൂ കണ്ടാലറിയാം, അതിൻ്റെ സെയിം ആണ്, അതേ ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ കായ നമ്മളിങ്ങനെ ബഞ്ചായിട്ട് പറിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ അടർത്തിയെടുക്കണം. അത് ഈ ചുണ്ടങ്ങ മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുക്കണം. ഇതിന് ഒരു കറയുണ്ട്, അതും കളയണം. പിന്നെ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ അരി കാണും, ഈ കത്തിരിക്കയുടെ ഉള്ളിലുള്ളത് പോലെ. ഇങ്ങനെ ഞെക്കിയാൽ മതി, അതങ്ങ് പൊട്ടി വരും. ഉണ്ടല്ലേ? ഇതിന് ഈ അരിക്ക് കയ്പ്പ് രസമാണ്, പിന്നെ കൂടാതെ കുറച്ച് കറയുമുണ്ട്. ഇത് രണ്ടും കളഞ്ഞിട്ടാണ് നമ്മളിത് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ പലരും കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടികല്ലിൽ വെച്ച് 2-3 ഒക്കെ വെച്ചാണ് ചതച്ചെടുക്കുന്നത്. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഒരുമിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കത്തക്ക 1-2 മെത്തേഡ് ഞാനിവിടെ കാണിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നെറ്റ് പോലത്തെ തുണി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് കളർ ആയതുകൊണ്ട് എടുത്താണ്. എന്തെങ്കിലും ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അത് കൂട്ടിച്ചേർത്ത് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൂടി ഇട്ടിട്ട് അല്പം ലൂസായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് നല്ല വെയിറ്റുള്ള ഒരു കല്ലുകൊണ്ട് അതിൻ്റെ പുറത്തോട്ടൊന്ന് ചതച്ചാൽ മതി. ട്രാൻസ്പെറൻ്റ് എടുക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഏതെങ്കിലും ചതയാതെ കിടപ്പുണ്ടെങ്കിൽ. തീരെ അങ്ങ് അരിഞ്ഞു പോരുത്, ഒന്ന് പൊട്ടിയാൽ മതി. അതിൻ്റെ അകത്തുള്ള അരി ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതല്ലാതെ വേറൊരു മെത്തേഡുള്ള എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്നിപ്പോൾ കാണാം. നമുക്ക് പൊട്ടാത്തതിനെ നമുക്കൊന്ന് അന്നേരം ഒന്ന് പൊട്ടിച്ചാൽ മതി. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ സിപ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് ഒന്ന് ലൂസായിട്ട് കിടക്കണം. എന്നിട്ട് ഇതുപോലെ ചതച്ച് അതിനെ പൊട്ടിച്ചെടുക്കാം. പിന്നെ ഈ സിപ്ലോ കവറും ഇല്ലെങ്കിൽ സാധാ കവർ മതി. അതിനെ ഒരു ലൂസായിട്ട് അതിനകത്ത് ഇട്ടിട്ട് അറ്റം ഒന്ന് കെട്ടി വയ്ക്കുകയോ അല്ലെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എടുക്കണമെന്നേ ഉള്ളൂ. എല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മളതിനെ വെള്ളത്തിലേക്കിട്ട് അതിൻ്റെ കുരുവും ആ കറയും എല്ലാം നന്നായിട്ട് കഴുകിക്കളയണം. 5-6 പ്രാവശ്യം കഴുകേണ്ടി വരും. ഒന്ന് ഞെരടി കഴുകണം. ഇതിപ്പം നമുക്ക് കടയിലൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറമ്പിലുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഞാനിത് പണ്ടേ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പറമ്പിലൊരെണ്ണം വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്. ഉണ്ടല്ലേ? ഇപ്പോൾ ഇതെല്ലാം കഴുകി കഴിയുമ്പോൾ ഈ തോടാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്കിതുപോലെ. പ്രമേഹം നിയന്ത്രിക്കുന്നതിനും പിന്നെ വിളർച്ച തടയുന്നതിന്, അതായത് അനീമിയ, അതിനൊക്കെ വളരെ വിശേഷപ്പെട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണിത്. അപ്പോൾ അതുകൊണ്ട് ഡൈജഷനും വളരെ നല്ലതാണ്. ഞാനിവിടെ ഇന്ന് ഈ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന വൃത്തിയാക്കി എടുക്കുന്ന കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് പല തരത്തിലുള്ള കറികളുണ്ടാക്കാം. ഇത് ശരിയാക്കി ഇത്രയും വരെ എത്തിക്കഴിഞ്ഞാൽ തോരനുണ്ടാക്കാം, പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാം, തീയലുണ്ടാക്കാം. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അവരിത് കൊണ്ടാട്ടം ഉണ്ടാക്കും, പല തരത്തിലുള്ള കറികളും ഉണ്ടാക്കും. തോരൻ സാധാ പോലെ തോരൻ ഉണ്ടാക്കുമ്പോൾ നോൺ വെജാണ്. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉണക്ക ചെമ്മീനുണ്ടല്ലോ, അതും കൂടി ഇട്ട് ഇത് തോരനാക്കി. ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിനും. പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് നമുക്കിതിനെ മെഴുക്ക് വരട്ടാം, പിന്നെ തോരൻ വയ്ക്കാം. പിന്നെ ഇത് തോരൻ വയ്ക്കുമ്പോഴേക്കും ചിക്കൻ വെച്ചും ഉണ്ടാക്കാം. ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യമേ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി അങ്ങനെയും തോരനാക്കി എടുക്കാം. ഈ ചെമ്മീൻ ഉണക്കിയത് അതിന് പകരം നമുക്ക് നെത്തോലി മീനുണ്ടല്ലോ, ഉണക്കിയ നെത്തോലി, അത് ഇട്ടും ഇതുണ്ടാക്കാം. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഈ ചെമ്മീൻ്റെയാണ്. ഞാനിത് 3 ഉണ്ടാക്കി നോക്കി. ചെമ്മീനാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ചിക്കൻ വെച്ചുണ്ടാക്കുമ്പോഴും പിന്നെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഗരം മസാല കൂടി അല്പം ചേർക്കണം. ഇനി ഈ കായ എവിടെ കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു കായ ഞാൻ അതുകൊണ്ടാണ് ഈ ചുണ്ടങ്ങായ പരിചയപ്പെടുത്തിയത്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കണ്ടിട്ടുള്ളവർക്ക് ഇത് ഇൻട്രസ്റ്റ് കാണുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലാത്തവർക്ക് ബോറടിച്ചോന്നറിയില്ല. വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.